ഹായ് ഗായ്സ്, വെൽക്കം ടു ഇറ്റ്സ് മീ അജു. അപ്പം ഇന്ന് ഒരു ചെറിയ വ്ളോഗാണ്. ഞങ്ങൾ കിൽഡർ വില്ലേജ് പോവാണ്, ഞാനും എൻ്റെ അനിയത്തിയും കൂടി. എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഷോപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കിൽഡർ വില്ലേജ് പോകുന്നത്. നമ്മളുടെ ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ് അയർലൻഡിലെ. അപ്പോൾ വ്ളോഗിലോട്ട് പോകാം. ഞങ്ങൾ ട്രെയിനിലാണ് ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തത്. നേരത്തെ ഉണ്ടായിരുന്ന വോയിസിലെ ക്ലാരിറ്റി കുറവിന് എന്നോട് ക്ഷമിക്കണം, ഞാൻ മൈക്ക് വെക്കാൻ മറന്നു പോയായിരുന്നു. അയർലൻഡിൽ ട്രെയിൻ യാത്ര ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. അച്ചു ഐറിഷ് റെയിൽവേ ഇഷ്ടപ്പെട്ടോ? ഇല്ലേ? സ്പീഡില്ല, നല്ല സ്പീഡിലായിരിക്കും പോണത്. ഞങ്ങൾ കയറിയത് ഡയറക്റ്റ് ട്രെയിൻ അല്ല കേട്ടോ. നമ്മൾ ഗോൾവേന്ന് ട്രെയിൻ കയറി ഇപ്പോൾ നിൽക്കുന്ന പോർട്ട് ആലിംഗ്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേഷനിലാണ്. ഇവിടുന്ന് നമുക്ക് നെക്സ്റ്റ് ട്രെയിൻ കയറിയിട്ട് വേണം കിൽഡർ പോവാൻ. ഓക്കെ, ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. വൃത്തിയായിട്ട വെതറാന്ന് തോന്നുന്നു. അവിടെ എത്തുമ്പോഴേക്കും മാറിയാൽ മതിയായിരുന്നു. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. അതെടുത്തു. അതിന് വേറെ സ്റ്റോപ്പൊന്നുമില്ല, നേരെ ഡബ്ലിനിലോ. ഹാപ്പി അല്ലേ? തണുക്കുണ്ടോ? എങ്ങനെയുണ്ട് നമ്മുടെ ട്രെയിൻ യാത്ര? കുറച്ചും കൂടി ഡീസൻ്റ് അല്ലേ നമ്മളുടെ നാട് വെച്ച് നോക്കുമ്പോൾ? സ്പീഡിലെത്തിയില്ലേ? സ്പീഡ് കുറവാണെന്ന് പറഞ്ഞെങ്കിലും പിന്നെ നമ്മളവിടെ ട്രെയിൻ സ്റ്റേഷനിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ഒരു 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് ട്രെയിനിലോട്ടേക്ക്. അപ്പോഴേക്കും നമ്മൾ കൊണ്ടുവന്ന സ്നാക്സൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ ട്രെയിൻ കയറി. അത് പെട്ടെന്ന് തന്നെ കിൽഡർ വില്ലേജിലോട്ടേക്ക് എത്തിയായിരുന്നു കേട്ടോ. കിൽഡർ വില്ലേജ് അല്ല, കിൽഡർ വന്ന ട്രെയിൻ ഇറങ്ങി എയ്തർ ബൈ ബസ് ഓർ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനാണെങ്കിൽ ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ. നമ്മൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. സ്ട്രെയിറ്റ് നടന്ന് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ എൻട്രൻസിൻ്റെ ഒരു വ്യൂ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, അവിടുത്തെ വാഷ്റൂംസൊക്കെ ഭയങ്കര ക്ലീൻ ആൻഡ് സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ആദ്യം കരുതുന്ന നൈക്കിൻ്റെ ഷോറൂമിലായിരുന്നു. ഭയങ്കര വലിയ വലിയ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പേഴ്സണൽ ചോയ്സാണ്. എനിക്കിഷ്ടപ്പെട്ടതൊന്നും നൈക്കിൽ കണ്ടില്ലായിരുന്നു. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോയിട്ടൊന്ന് നോക്കിയാൽ അത്യാവശ്യം നല്ല ഡീലിലൊക്കെ ഒരുപാട് ഷൂസ് അവിടെ ഞങ്ങൾ പോയ സമയത്ത് അവൈലബിൾ ആയിരുന്നു. ഞാൻ ഫുള്ള് വോയിസ് ഓവർ ചെയ്യാം. മൈക്ക് മിസ്സിങ് ആയി. മൈക്ക് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അതിൻ്റെ റിസീവർ കാണുന്നില്ല. അവിടെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ലൈക്ക് അയർലൻഡിലുള്ളവരാണെങ്കിലും ഒരിക്കലും കിൽഡർ മിസ് ചെയ്യരുത് എന്ന് ഞാൻ പറയും. ഓക്കെ, ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും പിന്നെ നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും തന്നെ ഈ വില്ലേജിൻ്റെ അകത്തുണ്ട്. അതിൽ എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന പോലെയാണെന്ന് തോന്നുന്നു. ആൻഡ് ദി മെയിൻ തിങ് ഈസ് എല്ലാം തന്നെ നമുക്കൊരു ബെസ്റ്റ് ഡീലിൽ കിട്ടുന്ന ഒരു പ്ലേസ് കൂടിയാണ് കിൽഡർ വില്ലേജ്. ഞാനിപ്പോൾ കാണിച്ചത് സൂപ്പർ ഡ്രൈയുടെ ഷോറൂമായിരുന്നു. അതൊക്കെ കാണാൻ ഭയങ്കര എസ്തെറ്റിക്കലി, അതായത് ഓരോ ഷോപ്പും നമുക്ക് പുറമേ നിന്ന് കാണുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു കുഞ്ഞു വീടുകൾ പോലെയാണ്, പക്ഷേ അകത്തോട്ടേക്ക് അതൊരു വലിയ ഷോറൂമാണ്. ആൻഡ് നമുക്ക് എന്താ പറയുക, സർപ്രൈസിങ്ങിൽ ഭയങ്കര ഇഷ്ടപ്പെടും ആർക്കാണെങ്കിലും. ഒരു വൺ ടൈം എക്സ്പീരിയൻസ്. ഞാനിപ്പോൾ ഒരു 3ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്, പക്ഷേ എനിക്കിപ്പോഴും ഞാൻ ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് അവിടെ ഇപ്രാവശ്യം ചെന്നപ്പോഴും ഒയ്യോ എന്ത് രസമാണ് കാണാനെന്ന് നമ്മളിങ്ങനെ അറിയാതെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞ വോയിസ് ഒന്നും നമ്മളുടെ റിസീവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. നമ്മൾ ഒരുപാട് ഷോപ്സിലൊക്കെ കയറിയായിരുന്നു കേട്ടോ. ഷാരറ്റ് ലിബ്രയിലൊക്കെ കയറി. പക്ഷെ നമുക്ക് ആവശ്യമുണ്ടായിരുന്ന നമുക്ക് ആവശ്യമുണ്ടായിരുന്ന ഷെയ്ഡ്സൊന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നു. ഞാനും അച്ചും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അച്ചുവിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൽ. ബട്ട് ഞാനിപ്പം എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും സോറി. വ്യൂ ചെയ്യുന്നവർക്കും എൻ്റർടൈനിങ് ആയിട്ടൊന്നുമില്ല എന്നുള്ളത് ഞാൻ തന്നെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം പറഞ്ഞതൊന്നും എൻ്റെ റിസീവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ മേ ബി ബാറ്ററി ഡൗൺ ആയതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാരറ്റ് ലിബ്രയിൽ നമുക്ക് ആവശ്യമുള്ള ഷെയ്ഡൊന്നും കിട്ടിയില്ല. ഇവിടെ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ അച്ചു ഇവിടെ വരെ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കേണ്ട, ഞാൻ തിരിച്ച് നാട്ടിൽ പോവില്ല എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. ഞങ്ങളുടെ ചിരിയൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓ മൈ ഗോഡ്, ഞാൻ അച്ഛനെ കുറേ നിർബന്ധിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ. എന്തായാലും അതിൽ വോയിസ് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ കട്ട് ചെയ്യാം. അച്ഛന് ഒത്തിരി ഇഷ്ടമായി കിൽഡർ വില്ലേജ്. ലൈക്ക് ഇറ്റ്സ് എ വൺ ടൈം എന്താ പറയുന്നത്, ഒരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഇവിടെ വരുന്നവർ മിസ് ചെയ്യരുത്. അവൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ അവൾക്ക് ഇവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ അവൾ പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു.
ദറ്റ് ഐ എം സോറി. എന്തോ പറ്റിയിട്ടുണ്ട് എൻ്റെ മൈക്കിന് ആ ഒരു ടൈമിൽ. ഓക്കെ, പിന്നെ നമ്മൾ നേരെ ലിൻഡിൻ്റെ ഷോറൂമിലോട്ടൊക്കെയാണ് കേട്ടോ കയറിയത്. ഷോറൂമല്ല, ഷോപ്പിലോട്ട്. നമുക്കെന്തായാലും സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് ലിൻഡ് കാണാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അയർലൻഡിൽ ലിൻഡിൻ്റെ ഷോപ്പിൽ കയറി നമ്മൾ ഒരു ചോക്ലേറ്റ് പിന്നെ കുറച്ച് ഒരു കോഫി കൂടെ പറഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം, ശരിയാണെങ്കിൽ. ഇല്ലില്ല, ഒരു ഹോട്ട് ചോക്ലേറ്റും ഒരു ചോക്ലേറ്റ് ഷേക്കുമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അച്ചുവാണല്ലൊരു കവർ എടുത്തിട്ട് കുറച്ച് മിഠായിയൊക്കെ അതിൽ പെറുക്കി ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. കാരണം നമുക്ക് സെയിം ലിൻഡിൻ്റെ ചോക്ലേറ്റ്സ് ഡൺ സ്റ്റോറിൽ കിട്ടുമായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ചുമന്ന് കൊണ്ടുവരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിയില്ല. പിന്നെ നമ്മൾ നേരെ ഒരു ഹോട്ട് ചോക്ലേറ്റ് പുള്ളി ഉണ്ടാക്കുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ലൈക്ക് ആ ചോക്ലേറ്റ് കോരി എടുക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഷേക്ക് കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു. എന്തോ അയർലൻഡിലായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഹോട്ടായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ കഴിക്കാറ്. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്കിഷ്ടമായത് ചോക്ലേറ്റിൻ്റെ ഷേക്കായിരുന്നു ലിൻഡിൻ്റെ. അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ കിൽഡർ പോവുകയാണെങ്കിൽ ലിൻഡിന് ചോക്ലേറ്റ് ഷേക്ക് ഒന്ന് വാങ്ങി കുടിക്കണം കേട്ടോ. അത് എന്തായാലും ഇഷ്ടപ്പെടും. കണ്ടോ, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അച്ഛന് ഇഷ്ടപ്പെട്ടത് മറ്റേ ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. അച്ചു ഹോട്ട് ചോക്ലേറ്റ് ലവർ, അതുകൊണ്ടാണ് അച്ഛനത് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ കയറിയത് ഇപ്പോൾ കാണുന്ന അഡിഡാസിൻ്റെ ഷോറൂമിലാണ്. അഡിഡാസിൻ്റെ ഷോറൂമിൽ നിന്ന് നമുക്ക് അച്ഛനൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ ഒരു ജാക്കറ്റ് കൂടെ. ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഞാൻ അത്യാവശ്യം ടയേർഡായി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വയറ് നിറഞ്ഞു. അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാ കടകളും നമ്മൾ കയറി, കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. ഇവിടെ ആണെങ്കിൽ ഇരുട്ടാവാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. 5 മണിക്കാണ് നമ്മളുടെ ട്രെയിന്. ഏകദേശം 4:15 നമ്മളിപ്പോൾ പോവുകയാണ്. ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ കിൽഡറിൻ്റെ ലുക്ക്. എനിക്ക് ഈ ലുക്കാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ അധികം ഇനിയൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പോവുകയാണ്. ഈ ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ ശരിക്കും നല്ലൊരു ക്രിസ്മസ് വൈബ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ വേണ്ടി പോയട്ടെ. ബൈ. ആരാണ് ജയിക്കണത് അയാളെ മറ്റൊരാൾക്ക് വാങ്ങിക്കൊടുക്കും. 2 കട ഞാൻ തോറ്റി. പക്ഷെ ഇപ്പൊ ഒരെണ്ണം ഞാൻ ജയിച്ചില്ലേ, എന്തെങ്കിലും ഞാൻ വാങ്ങിട്ടെ. എനിക്ക് കൂടിയൊന്നും അവിടെ പോകും. അതിന്റെ കൂടിയത് നോക്കണ്ട, ടോപ്പില് നോക്കണ്ട, ഡ്രസ്സിൽ നോക്കണ്ട, ലിപ്സ്റ്റിക് ഒക്കെ ഏതോണെങ്കിൽ എടുത്തു മെറാക്കി ചൊഴിച്ച് ഇവിടെ മേടിച്ചു. ഓഹോ, നല്ലത് രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്താ ഉള്ളത്? എന്നാ ചായ എനിക്ക് തന്നേക്ക്. മറ്റേ ഇന്നലെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഫോളോയിങ് ആയിട്ടുള്ള ഡേയ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.